അൽനിയാദി ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റിനെ കൊണ്ട്, അതായത് ഒരു കൈക്കുഞ്ഞ് 6 മാസം പോലും പ്രായം തികയാത്തൊരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായ കുട്ടിയാണത്. അതുകൊണ്ട് ഞങ്ങൾ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രയാണ് ഈ കാണുന്നത്. ഞങ്ങൾ മുമ്പ് കിടന്ന് കളിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, ഒരു രീതിയിലും സൈഡ് തന്നിട്ടില്ല. എത്ര ഹോൺ അടിച്ചിട്ട് വണ്ടി സൈഡ് മാറിയിട്ടേ ഇല്ല. തൊട്ടപ്പുറത്തു നിന്നൊക്കെ വണ്ടികൾ സ്പേസ് ഉണ്ടായിട്ടോടെ ഈ വണ്ടി മാറിയിട്ടില്ല. അബദ്ധത്തിൽ വണ്ടി സൈഡ് തന്നില്ല, ഒക്കെ ശരി, സമ്മതിക്കും. പക്ഷേ ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഈ വണ്ടിക്ക് സൈഡ് തരാതെ ഈ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുപോലെ സൈഡ് തരാതെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ കളിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി ചവിട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളവിടെ. അപ്പം അത്രയും സമയം നമുക്ക് നഷ്ടമാവുകയാണ്. വീണ്ടും ഈ വണ്ടി ഫസ്റ്റിട്ട് വീണ്ടും വണ്ടി കയറി വരാണ്ട് അത്രയും ടൈം എടുക്കുവാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താനുള്ള ആ ഒരു ടൈം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ. അത്രയും സമയം നമുക്ക്. ഇതേ രണ്ടാമത്തെ വണ്ടി കയറ്റി വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആംബുലൻസ് ഇത്രയും സൈറൻ ഇട്ട് അവിടെ നിന്ന് വരുവാണ്. എന്നിട്ടും കയറ്റി വെക്കുന്നവൻ്റെയൊക്കെ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇത് ഇനിയുണ്ട്, കൊണ്ടുവന്ന് വെക്കുവാങ്ങ അവിടെ. ഇത്രയും വോളിയത്തിൽ സൈറൻ ഇട്ട് ഹോൺ ഓടിച്ചാണ് വണ്ടി വരുന്നത്. ആംബുലൻസ് ആണെന്ന പരിഗണന വേണ്ട. അറ്റ്ലീസ്റ്റ് ആ സ്പീഡ് ട്രാക്കിൽ നിന്നെങ്കിലും മാറി തന്നൂടെ. സ്പീഡ് ട്രാക്ക് അതായത് നോർമൽ ട്രാക്ക് എന്നറിയാത്ത കുറെ വെണ്ടകളാണ് ഈ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത് ആലോചിക്കും. ഇനി എന്തായിരുന്നാലും ശരി തന്നെ ഈ പേഷ്യന്റിനെ കൊണ്ട് ആംബുലൻസിന് വട്ടം വെച്ചിട്ടുള്ള എല്ലാ വണ്ടിയും ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. നിയമപരമായി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഇനി അതൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും.